على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يقول الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. صدق الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. ഈയൊരു വെള്ളിയാഴ്ച ഓർമ്മപ്പെടുത്തണമെന്ന് വിചാരിച്ച, നാം എന്നും ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഖുതുബ നിർവഹിക്കപ്പെടുന്നത്. ഉമ്മത്ത് മുസ്ലിമയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മളുള്ളത്. ഭീതിജനകമായ ഈ അന്തരീക്ഷത്തിലും ചില ശുഭവാർത്തകൾ നമ്മെ തേടി വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 2020 ജനുവരി 1 കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നമുക്ക് സമ്മാനിച്ചു തന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. അല്ലാഹുവിന് സ്തുതി, അൽഹംദുലില്ലാഹ്. കേരളത്തിലെ മുഴുവൻ മതസംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരു വേദിയിൽ ഒരുമിച്ചുകൂടി എന്നതാണ് മറൈൻ ഡ്രൈവിലെ ആ കാഴ്ച നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ 35 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, നേതാക്കന്മാർ ഒരു വേദി ഒരുപോലെ പങ്കിടുന്നത്.
മുമ്പ് ശരിയാത്ത വിവാദ കാലത്താണ് ഇങ്ങനെയൊരു കൂടിയിരുത്തം ഉണ്ടായത് എന്ന് നമ്മളിൽ പ്രായമുള്ളവർക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയും. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി അള്ളാഹു പഠിപ്പിച്ചത് അവർ ഒന്നാണ് എന്നതാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങളുടെ ഈ ഉമ്മത്ത് ഒരൊറ്റ ഉമ്മത്താണ്, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മുസ്ലിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഉപമ ഒരു ശരീരം പോലെയാണ് അവർ എന്നാണ്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്. ഒരൊറ്റ ശരീരം പോലെയാണ് അവർ. ഇദസ്തകാ മിൻഹു ഉദുവുൻ തദാലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഉമ. ശരീരത്തിലെ വിരലിന്റെ ഒരറ്റമൊന്ന് മുറിവുണ്ടായാൽ പോലും ശരീരം മുഴുവൻ ആ വിരലിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അസ്വസ്ഥപ്പെടുന്നത് പോലെ മുസ്ലിം ഉമ്മത്ത് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരാൾക്ക് വേദനയുണ്ടാകുമ്പോൾ പരസ്പരം ശരീരാവയവങ്ങളെപ്പോലെ ഒരുമിച്ച് കൂടുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത്. നിങ്ങൾ ഭൂമിയിലുള്ള മുഴുവൻ ദാനം ചെയ്തുകൊള്ളൂ. ഭൂമിയെ മുഴുവൻ ദാനമായി നൽകിയാൽ പോലും പകരം കിട്ടാത്ത ഒന്നാണ് ഉമ്മത്തിന്റെ ഐക്യമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. പ്രവാചകരെ, താങ്കൾ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ദാനം ചെയ്താൽ പോലും അവർ ഒരുമിക്കുകയില്ല. അവർ ഒരുമിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയേക്കാളും വിലപിടിച്ച ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചും അതിന്റെ ഐക്യത്തെ കുറിച്ചും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകം കൂടി ഈ വിഷയത്തിൽ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് ഉമ്മത്തി ഐക്യബോധം നഷ്ടപ്പെടുന്നുവോ, അവർ ഭിന്നിക്കാൻ തുടങ്ങുമോ, അന്ന് അവരുടെ വീര്യം ചോർന്നു പോകും. وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَلَا تَنَازَعُوا فَتَفْشَلُوا فَتَذْهَبَ رِيحُكُمْ وَاصْبِرُوا إِنَّ اللَّهَ مَعَ الصَّابِرِينَ. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും മുറുകെ പിടിക്കണം, അതിനെ അനുസരിക്കണം. പരസ്പരം ഭിന്നിക്കരുത്. ഫതഫ്ശലു, അപ്പോൾ നിങ്ങളിൽ ദൗർബല്യങ്ങൾ ഉണ്ടാകും, ചിത്രതയുണ്ടാകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, എന്ത് വില കൊടുത്തും നിങ്ങൾ ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് സഹാബിമാർ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. സ്വാഭാവികമായി തുടങ്ങിയ ഒരു തർക്കം കുതർക്കത്തിലേക്ക് വഴിമാറുമെന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ സദസ്സിലേക്ക് പാഞ്ഞെത്തി. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മഹ്ലൻ യാ ഉമ്മത്ത മുഹമ്മദ്, ഒന്നടങ്ങ്. ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിഹാദ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ നശിച്ചു പോകാനുള്ള കാരണം അവരുടെ അനൈക്യമാകുന്നു. ഫൈനൽ മുമാരി ലാ അശ്ഫഉ ലഹു യൗമൽ ഖിയാമ, സമൂഹത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കി കുതർക്കങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി ഞാൻ ശുപാർശ നടത്തുകയില്ല. ദറുൽ മിറ, നിങ്ങൾ അനാവശ്യങ്ങളായ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. ഫാന സഈമുൻ ബിസലാസത്തി അബിയാത്തിൻ ഫിൽ ജന്ന ഫീ റിബാദിഹാ വവസതിഹാ വഅലാഹാ ലിമൻ തറക്കൽ മിറ വഹുവ സാദിഖ്. ന്യായമുണ്ടായിരിക്കെ, ന്യായത്തിന്റെ പക്ഷത്തായിരിക്കെ
തർക്കം ഒഴിവാക്കി ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നവന് ഞാൻ സ്വർഗത്തിൽ 3 ഭവനങ്ങൾ വാഗ്ദാനം ചെയ്യും. സ്വർഗത്തിന്റെ ഏറ്റവും താഴ്വാരത്തിൽ, അതിന്റെ മധ്യത്തിൽ, അതിന്റെ ഉയർന്ന നിലപാടിൽ. അങ്ങനെയും നിങ്ങൾ ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 2020 ജനുവരി 1 ഈ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐക്യബോധത്തിൽ ഉമ്മത്ത് മുസ്ലിമയെ നിർത്തിത്തരുമാറാകട്ടെ. ഇന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് വിചാരിച്ച് രണ്ടാമത്തെ കാര്യം, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടങ്ങിയിരിക്കുന്നു. കോമൺ ഇറ എന്ന് പറയുന്ന പൊതു കാലഗണനയിൽ 2020 കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അയാൾക്ക് പുതിയതാണ്. അയാൾക്ക് മാത്രമായി ഒരു പുതുവർഷമില്ല എന്നതാണ് കൃത്യമായ നിലപാട്. ഇമാം ഹസൻ അൽ ബസ്രി പറയുന്ന ഒരു വാചകമുണ്ട്, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റഹു ഇല്ലാ വഹുവ യുനാദി ബിലിസാനിൽ ഹാൽ. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ഓരോ ദിവസവും ഓരോ മനുഷ്യനോടും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അഥവാ ഇക്കഴിഞ്ഞ ചരിത്രത്തിൽ ഒരിക്കലും 2020 ജനുവരി 3 എന്നത് സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ പ്രഭാതത്തോടു കൂടി ഇതാ ഇത് സംഭവിച്ചിരിക്കുന്നു. ഫഅന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. നീ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാതിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫഖ്തനിമി, എന്നെ നീ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഫഇന്നി ഇദാ ദഹബ്തു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനി ഒരിക്കലും 2020 ജനുവരി 1 എന്നത് സംഭവിക്കുകയില്ല, 2 എന്നതും സംഭവിക്കുകയില്ല. ഇനി ഒരിക്കലും ഞാൻ മടങ്ങി വരികയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ നിശ്വാസവും അടർന്നു വീഴുമ്പോൾ നമ്മുടെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാവണം. നാം ഖബറിലേക്കാണ് യഥാർത്ഥത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. ദുഖാത്ത് ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വ സവാനി. ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയേണ്ട, അറിയേണ്ട ഒന്നുണ്ട്. ഓരോ മിടിപ്പും കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്രയും കൊഴിഞ്ഞുപോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നമാ അൻത ജുമുഅത്തുൻ മിനൽ അയ്യാം ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക. മനുഷ്യനെന്ന് പറയുന്നത് സമയത്തിന്റെ ഒരു കൂട്ടമാകുന്നു. ഞാൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായി നിലനിൽക്കുന്നത് ഈ ഭൂമിയിൽ ആയുസ്സോടുകൂടി ഞാൻ ജീവിക്കുന്ന കാലത്ത് മാത്രമാണ്. എന്നാണോ എന്നിൽ നിന്ന് ഈ ആയുസ് എടുക്കപ്പെട്ടു പോകുന്നത്, സമയം നഷ്ടപ്പെട്ടു പോകുന്നത്, പിന്നീട് ഞാനൊരു മരണമാണ്, അല്ലെങ്കിൽ മയ്യിത്ത് മാത്രമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് സമയത്തിന്റെ ഒരു കൂട്ടമാണ്. ഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക. ഒരു ദിവസം കൊഴിഞ്ഞാൽ അത്രയും നിന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്ന ബോധ്യം ഉണ്ടാവണം. ഇതാണ് നമ്മൾ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം. നമ്മുടെ ഖബറിലേക്കുള്ള യാത്ര നേരത്തേക്കാൾ കൂടുതൽ വേഗത്തിലായിരിക്കുന്നു എന്ന ഒരു ഓർമ്മ ഉണ്ടാവണം. ഈ ഖുതുബ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഞാനൊരു ആയത്ത് ഓതി വെച്ചിരുന്നു. ഈ ആയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരായത്താണ്. ഒരു വ്യക്തിയാവട്ടെ, ഒരു സമൂഹമാകട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെ എങ്ങനെ മറികടക്കണമെന്ന് ആലോചിക്കുന്നവരാണ്. പ്രതിസന്ധികൾ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നിടത്ത് അള്ളാഹ് പറയുന്ന ഒരൊറ്റമൂലിയാണ് ഈ ആയത്ത്. എല്ലാം അറിയുന്ന റബ്ബ് പറഞ്ഞു തരുന്ന ഒരൊറ്റമൂലി. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഖതീബ്
അനിവാര്യമായും വിശ്വാസികൾ ഒരുമിച്ച് കൂടേണ്ടുന്ന സദസ്സിൽ അവരോട് അവരുടെ ഖുതുബയുടെ ഭാഗമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു തഖ്വയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കുള്ള ഒരു മറുപടി എന്ന നിലക്കാണ്. വമൻ യത്തഖില്ലാ യജഅൽ ലഹു മഖ്റജൻ. വമൻ യത്തഖില്ലാ, ആരാണോ അള്ളാഹുവിനോട് തഖ്വ പുലർത്തുന്നത്, യജഅൽ ലഹു മഖ്റജൻ, അവന് പ്രതിസന്ധികളിൽ തുറസ്സു ലഭിക്കും. വമൻ യത്തഖില്ലാ യജഅൽ ലഹു മിൻ അംരിഹി യുസ്റൻ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, തഖ്വ പുലർത്തുന്നത്, അവന്റെ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പം നൽകും, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവന് വിടുതൽ നൽകും. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന്റെ ജീവിത വിഭവങ്ങളിൽ പടച്ച തമ്പുരാൻ അനുഗ്രഹം ചൊരിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം കിട്ടാൻ, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ, നമ്മുടെ ജീവിതത്തിന് പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പം ലഭിക്കാൻ അള്ളാഹ് പറയുന്ന മാർഗം തഖ്വയാണ്. ഈ തഖ്വയെ കുറിച്ചാണ് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും നമ്മോട് അള്ളാഹു ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് തഖ്വ എന്ന് ഇമാം ഖസാലിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. ഇമാം ഖസാലി പറഞ്ഞത്, ഒരാളുടെ നെറ്റിത്തടത്തിലെ തഴമ്പ് കണ്ടിട്ട് അയാൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം കരങ്കാലിന് മേൽ മുകളിലെത്തി എന്നത് കണ്ടിട്ട്, അയാളുടെ താടിയുടെ നീളം കണ്ടിട്ട്, അയാളുടെ നെറ്റിത്തടത്തിലെ നമസ്കാര തഴമ്പ് കണ്ടിട്ട് നീ തഖ്വയെ വിലയിരുത്തരുത്. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റാഖഅ ഔ ഇസാറുൻ ഫൗക ഖൈബി സാഖി മിൻഹു റാഫഅ ഔ ജബീനുൻ ലഹ ഫീഹി അസറുൻ ഖദ് ഖാല, അവന്റെ വസ്ത്രം കീറിപ്പറഞ്ഞിരിക്കുന്നു എന്നത് കണ്ടിട്ട്, അവന്റെ ദാരിദ്ര്യം കണ്ടിട്ട് തഖ്വ വിലയിരുത്തരുത്. തഖ്വ എന്ന് പറയുന്നത് ഒരു ജീവിത വീക്ഷണമാണ്. ജീവിതത്തോടുള്ള നമ്മുടെ ഒരു നിലപാടിനെ കുറിച്ചാണ് തഖ്വ എന്ന് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എല്ലായിടത്തും പ്രതിഫലിക്കേണ്ട ഒരു നിലപാട്. ആ നിലപാട് നമ്മുടെ കച്ചവടത്തിലുണ്ടാവും, ആ നിലപാട് നമ്മുടെ വീട്ടിലുണ്ടാവും, ആ നിലപാട് നമ്മുടെ പള്ളിയിലും നമ്മുടെ പള്ളിക്കൂടത്തിലും ഉണ്ടാവും, ആ നിലപാട് നമ്മുടെ കളിക്കളത്തിലും നമ്മുടെ പടക്കളത്തിലും ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒരു മനുഷ്യൻ അനുവർത്തിക്കേണ്ട ഒരു നിലപാടിന്റെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ നിലപാടിനെ വിശദീകരിക്കുന്നുണ്ട് 4 കാര്യങ്ങളെ വെച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരാൾക്ക് ജീവിതത്തിൽ 4 നിലപാടുകൾ വെച്ചു പുലർത്താൻ കഴിഞ്ഞാൽ അയാൾ മുത്തഖിയാവും. ഒന്നാമത് അയാൾക്കുണ്ടാവേണ്ട ബോധം അൽ ഖൗഫു മിനൽ ജലീൽ, പടച്ച തമ്പുരാനെ മാത്രം ഭയപ്പെടുക എന്ന് പറയുന്നതാണ്. ഒരുപാട് ആളുകളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ആളുകളെ ഭയക്കുന്നുണ്ട്. റബ്ബ് പറയുന്നത്, ഇന്നമാ ദാലിക്കും ശൈത്താനു യുഖവ്വിഫു അവലിയാഹു, ഈ പേടികളൊക്കെയും പിശാചുണ്ടാക്കുന്നതാണ് കേട്ടോ. ഫലാ തഖാഫും, അതുകൊണ്ട് മനുഷ്യരുണ്ടാക്കുന്ന ഭയങ്ങളെ നിങ്ങൾ പേടിക്കരുത്, അവരുണ്ടാക്കുന്ന കോലങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. വഖാഫൂനി, എന്നെ ഭയക്കാൻ പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ ജീവിതത്തിൽ റബ്ബിനെ മാത്രമേ ഭയപ്പെടൂ എന്ന് തീരുമാനിച്ചാൽ അയാൾ തഖ്വയുടെ മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നതാണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കുക, ആളുകൾ എന്ത് പറയുമെന്നാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ആളുകൾ എന്നെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുമെന്ന് തോന്നുന്നിടത്ത് നിന്ന് സാക്ഷാൽ പടച്ച തമ്പുരാനായ റബ്ബ് എങ്ങനെ എന്നെ വിലയിരുത്തുമെന്നു എന്നൊരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അയാൾ മുത്തഖിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ആളുകൾ വിചാരിക്കുന്നതല്ല പ്രശ്നം, റബ്ബ് തീരുമാനിക്കുന്നതാണ്. CCTV എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യസംഭവമാണ്. പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ അവരെ സൂക്ഷ്മത പുലർത്താൻ പ്രേരിപ്പിക്കുന്നത് ഈ CCTVയുടെ ആധിക്യങ്ങളാണ്. നിങ്ങളിരിക്കുന്ന റൂമിൽ, നാം ഇരിക്കുന്ന റൂമിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും നമ്മുടെ ചലനങ്ങൾ. അറിയാതെ പോലും വേണ്ടാത്തൊന്ന് ചെയ്യാൻ നമ്മൾ മടിക്കും. കാരണം ഈ TV ഘടിപ്പിച്ചിട്ടുള്ള, ഈ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള, അതിന്റെ പിന്നിലുള്ള TVയിൽ
ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ കാണുമെന്നതാണ് എന്റെ കാരണം. ഇവിടെയാണ് റബ്ബ് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാ ക്യാമറയുടെ മുന്നിലാണ് മനുഷ്യ നീ നിൽക്കുന്നത്. ഇവിടുത്തെ മന്ത്രി നിന്നെക്കുറിച്ച് സംസാരിക്കും. നിന്റെ കൈകാലുകൾ നിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. നിന്റെ ഇരുചുമലുകളിലുള്ള മലക്കുകൾ നിന്റെ ജീവിതത്തെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ഒളിക്കാൻ കഴിയാത്ത, റബ്ബിനെ ഒളിക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം മതി ഒരു മനുഷ്യനിൽ തഖ്വയുണ്ടാവാൻ. ദൗർഭാഗ്യവശാൽ നമ്മൾ CCTVയെ ഭയപ്പെടുകയും ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാ ടിവിയെ, മഹാ ക്യാമറയെ മറന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് അല്ലാഹ് പറയുന്നത്, വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊള്ളണം. ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജന്മസിദ്ധമായ വികാരമാണ്. തനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ ഒരു മനുഷ്യൻ ഭയക്കും. റബ്ബ് ചോദിക്കുന്നു, നിനക്കറിയുമോ മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ, നിനക്കൊരു ഉപദ്രവം വരുത്തണമെങ്കിൽ പടച്ചതമ്പുരാനേക്കാൾ വലിയ ശക്തി ആരാണുള്ളത്? അതുകൊണ്ട് ആരുടെയെങ്കിലും ശിക്ഷ നീ ഭയക്കുന്നുവെങ്കിൽ അത് റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടണമെന്നാണ് റസൂൽ അല്ലാഹ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക റസൂലുള്ളാഹി പറയുകയാണ് ഒരു മനുഷ്യനെ കുറിച്ച്. നരകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടുന്നവൻ ഒരു മനുഷ്യനാകുന്നു. ഒരുപക്ഷെ ഇന്നക്കുന്ന തറൗനഹു അശദ്ദന്നാരി അദാബൻ, നമുക്ക് തോന്നാം അവനായിരിക്കും ഏറ്റവും വലിയ ശിക്ഷയെന്ന്. കാൽച്ചുവട്ടിൽ 2 തീയുടെ കല്ലുകൾ അല്ലാഹ് വെച്ചു കൊടുക്കും ഒരു മനുഷ്യന്. കാൽപാദങ്ങൾക്കിടയിൽ വെക്കുന്ന തീയുടെ കല്ലുകൊണ്ട് അവന്റെ തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നത്, കാൽച്ചുവട്ടിൽ വെക്കുന്ന തീയുടെ കല്ലുകൊണ്ട് ഒരാളുടെ തലച്ചോറ് തിളക്കണമെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് തോന്നും ഇത് വളരെ വളരെ വലുതായി പോയി എന്ന്. അല്ല, അവനാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടുന്നവൻ. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടാൻ കഴിയണം, അള്ളാഹുവിനെ പേടിക്കാൻ കഴിയണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ക്യാമറയില്ലെങ്കിലും അള്ളാഹുവിനെ ഭയക്കാൻ കഴിയണം. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് സ്വകാര്യതയുണ്ട് എന്ന്. പ്രൈവസി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. വീട്ടിലെ ഭാര്യയും മക്കളും ഒക്കെ പുറത്തു പോയിരിക്കുന്നു, അവരെന്തോ ആവശ്യത്തിന് പുറത്തതായതാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ഞാൻ മാത്രമാണ്. എന്റെ മുറിയിൽ, എന്റെ കട്ടിലിൽ എനിക്ക് മാത്രം കയ്യെത്താവുന്ന ദൂരത്തിൽ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളുമുള്ള ഒരു റൂമിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോഴാണ് മനസ്സ് മന്ത്രിക്കുന്നത്, അത് കണ്ടാലോ ഇത് കണ്ടാലോ എന്ന്. അങ്ങനെ ആരുമില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തി ഒരാളും അവിചാരിതമായി എന്റെ റൂമിലേക്ക് കയറി വരാതിരിക്കാൻ വാതിലിന്റെ കൊളുത്തുമുട്ടിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ കരുതുന്നു ഞാൻ സ്വകാര്യമായ ലോകത്താണെന്ന്. ഈ സ്വകാര്യതയെ കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്. അല്ല കേട്ടോ, ലോകത്തൊരു മനുഷ്യനും തനിച്ചിരിക്കാൻ കഴിയില്ല എന്നാണ് റബ്ബ് പറയുന്നത്. ഒരാൾക്കും തനിച്ചിരിക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് തനിച്ചിരിക്കണമെങ്കിൽ അയാളുടെ കൂടെ 4 പേരുണ്ടാകുമെന്നാണ് അല്ലാഹ് പറയുന്നത്. ഒന്ന് റഖീബുൻ അതീദ്, അവന്റെ ഇരുചുമലുകളിൽ ഇരുന്നു കൊണ്ട് അവന്റെ കർമ്മങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ, അങ്ങനെ 2 പേർ. മൂന്നാമതായി ഓരോ മനുഷ്യന്റെയും കൂടെയുള്ള പിശാച്, നാലാമതായി പടച്ചതമ്പുരാൻ. അങ്ങനെ 4 പേരുടെ സാന്നിധ്യത്തിലല്ലാതെ ഒറ്റയ്ക്ക് പോലും ഇരിക്കാൻ കഴിയാത്ത, അത്ര പോലും സ്വകാര്യമല്ലാത്ത ഈ തുറന്ന ലോകത്ത് ജീവിക്കുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടണം എന്നതാണ് ഒന്നാമത്തെ കാര്യമായി പഠിപ്പിച്ചത്. ആ ഭയം പള്ളിയിൽ മാത്രമല്ല, ആ ഭയം കച്ചവടം ചെയ്യുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും കളിക്കളത്തിലും നമുക്കുണ്ടായാൽ അതാണ് തഖ്വയുടെ ഒന്നാമത്തെ പടിയായി അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം അൽ അമലു ബിത്തൻസീൽ, നമ്മുടെ ജീവിതത്തെ റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 5 നിയമങ്ങളെ ഉണ്ടാകാറുള്ളൂ. ഒന്നുകിൽ അയാൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട നിയമം, അതിനാണ് നമ്മൾ വാജിബ് എന്ന് മദ്രസയിൽ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വാജിബ് എന്ന് പറഞ്ഞാൽ. ഫർദ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായും ഒരാൾ ചെയ്യേണ്ട കാര്യം.
രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സുന്നത്ത് എന്ന് പഠിച്ചിട്ടുണ്ട്. ചെയ്താൽ കൂലി കിട്ടുന്ന, ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത കാര്യം. മൂന്നാമത് നമ്മൾ പഠിച്ചു ഹലാൽ എന്ന് പറയുന്ന കാര്യം, അഥവാ ചെയ്താലും ചെയ്തില്ലെങ്കിലും അനുവാദമുള്ള കാര്യം. നാലാമത്തെ കാര്യം നമ്മൾ പഠിച്ചു ചെയ്യാതിരിക്കൽ ഉത്തമമായ കാര്യം. അതാണ് നമ്മൾ കറാഹത്ത് എന്ന് പറയുന്നത്. ചെയ്യരുത്, ചെയ്യാതിരിക്കലാണ് നല്ലത്. അഞ്ചാമത്തത് അനിവാര്യമായി ഒഴിവാക്കേണ്ട കാര്യം ഹറാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ, ഈ 5 വിധികൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ചലനങ്ങളിലും അതുണ്ട്. നിങ്ങളിൽ ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്നു. കാലെടുത്ത് വെക്കുമ്പോൾ അയാൾക്ക് ആലോചിക്കാം, ഞാൻ ഇപ്പോൾ എന്തിനാണ് ഈ കാലെടുത്ത് വെച്ചത്? അതൊന്നുകിൽ എനിക്ക് നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും. എങ്കിൽ നിങ്ങൾ ആ കാലെടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടുന്ന ഒരു കർമ്മത്തിന് വേണ്ടിയായിരിക്കാം, അപ്പോഴും അതിന് പുണ്യമുണ്ട്. അതല്ല, നിങ്ങൾക്ക് അനുവദനീയമായ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും, അപ്പോഴും അതിന് പുണ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യത്തിനാണെങ്കിൽ മെല്ലെ ആ കാല് പിൻവലിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്. അതല്ല, വേണ്ടാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ ആ ഇറങ്ങുന്ന കാല് പിൻവലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്, പിൻവലിച്ചാൽ നിങ്ങൾക്ക് കൂലിയുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ അംഗചലനങ്ങളും ഈ പറയുന്ന 5 നിയമങ്ങൾക്കുള്ളിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. വളരെ ഭംഗിയായി റസൂലുള്ളാഹി പറയുന്നുണ്ട്, വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ ഫഹിയ ലക സദഖ. ഒരാൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ചുണ്ട്, ഒരു മനുഷ്യന്റെ ചുണ്ട് എന്ന് മെല്ലെ ചിരിക്കുന്ന കോലത്തിലേക്കൊന്ന് വക്രിച്ചാൽ അയാൾ പുഞ്ചിരിയായി മാറും. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് അത്രയും നിസ്സാരമായ ഒരു കർമ്മം പോലും ഫഹിയ ലക സദഖ, അത് നിനക്ക് പുണ്യമായി ഭവിക്കുമെന്നതാണ്. അപ്പൊ അത്രയും നിസ്സാരമായ കാര്യം. ഞാൻ ചിരിക്കേണ്ടവരോട് ചിരിച്ചാൽ അത് പുണ്യം, ചിരിക്കാൻ പാടില്ലാത്തവരോട് ചിരിച്ചു കാണിച്ചാൽ അത് ശിക്ഷാ കാരണമാകുന്ന കാര്യം. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെയും നമുക്ക് ഇങ്ങനെ വിലയിരുത്താൻ കഴിയും. എന്റെ കൈ ഉപയോഗിക്കുമ്പോൾ, കണ്ണുപയോഗിക്കുമ്പോൾ, കാണുമ്പോഴും കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഈ പറയുന്ന 5 നിയമങ്ങളിൽ ഏതിലാണ് ഇത് ഉൾപ്പെടുക എന്ന് നമ്മൾ ആലോചിച്ചാൽ തഖ്വയുടെ 2ാമത്തെ പടിയായി. വളരെ ഭംഗിയായി അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ് തഖ്വ എന്ന് വിശദീകരിക്കുന്നിടത്ത്, അൻ യറാക്കല്ലാഹു ഹൈസു അമറക്, അല്ലാഹു കൽപ്പിച്ചിടത്ത് നിന്നെ കാണുക എന്നതാണ് അതിന്റെ 1ാമത്തെ കാര്യം. വഅല്ലാ യറാക ഹൈസു നഹാക്, അല്ലാഹു നിരോധിച്ചൊരിടത്ത് എന്നെ കാണാതിരിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അല്ലാഹു കൽപ്പിച്ചിടത്ത് എന്നെ കാണുകയും അല്ലാഹു നിരോധിച്ചിടത്ത് എന്നെ കാണാതിരിക്കുകയും ചെയ്താൽ അതാണ് യഥാർത്ഥത്തിൽ റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ 3ാമത്തെ കാര്യം അൽ അമലു അർളിളാ ബിൽ ഖലീൽ, ജീവിതത്തിൽ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ ശീലിക്കുക എന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു കഴിവുണ്ട്, നമുക്ക് മുന്നിലുള്ള സാധ്യതകളുണ്ട്. നമ്മളുടെ കഴിവിനും നമ്മളുടെ സാധ്യതയ്ക്കും ഉള്ളിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് തഖ്വയുടെ 3ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞത്. കേരളത്തെ കുറിച്ചുള്ള ഒരു വർത്തമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടക്കാരുള്ള സംസ്ഥാനമാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ കടക്കാരായത് കേരളത്തിലാണ്. കേരളത്തിലെ ആളുകൾ വാങ്ങിക്കൂട്ടുന്ന കടം അവരുടെ ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടല്ല, തനിക്ക് ആവശ്യമില്ലാത്ത, തന്റെ വരുമാനത്തിലും കഴിവിലും ഒതുങ്ങാത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടങ്ങൾ വാങ്ങിക്കൂട്ടിയത്. ഇവിടെയാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മനുഷ്യന്റെ തഖ്വ എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ സാമ്പത്തികമായ അച്ചടക്കവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഒരുത്തൻ എപ്പോഴും ജീവിക്കണം, അവൻ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം. പക്ഷെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും സാമ്പത്തികമായ രീതിയിൽ ഇടപെടുമ്പോഴും തന്റെ സാധ്യതകൾക്കുള്ളിൽ, തന്റെ കഴിവിനുള്ളിൽ ജീവിക്കാൻ ശീലിക്കണം. ഇതിനെയാണ് അർളിളാ ബിൽ ഖലീൽ എന്ന് അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, തന്റെ കഴിവിനും സാധ്യതയ്ക്കും ഉള്ളതനുസരിച്ച് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പുഴയിൽ ഒരു മനുഷ്യൻ ചൂണ്ടയിടാൻ വരുന്ന ഒരു കഥ. ഒരാളിങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കുന്നു. ചൂണ്ടയിട്ട് കഴിയുമ്പോൾ അയാൾക്കൊരു വലിയ മത്സ്യത്തെ കിട്ടി.
വലിയ മത്സ്യത്തെ കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ തലയിൽ കൈവച്ച് ദേഷ്യത്തോടു കൂടി ആ മത്സ്യത്തെ തിരിച്ച് പുഴയിലേക്ക് വിട്ടു. എന്തൊരു കഷ്ടമാണ്. വീണ്ടും അയാൾ ചൂണ്ടയിട്ടു. അയാളുടെ കയ്യിൽ ഒരു ചെറിയ പരലിന്റെ കുഞ്ഞിനെ കിട്ടി. വലിയ സന്തോഷത്തോടു കൂടി അയാൾ അതിന്റെ കീസയിൽ തന്നെ ഇട്ടു വെച്ചു. ഇത് കണ്ട് വേറൊരുത്തൻ നോക്കി നിൽക്കുന്നു. അയാൾ ചോദിക്കുന്നു, എന്തൊരു മണ്ടനാണ് താങ്കൾ? വലിയ മീനെ കിട്ടുമ്പോൾ തിരിച്ചു പുഴയിലേക്ക് വിടുകയും ചെറിയ പരൽ മീനുകളെ കൂടെ അറ്റാക്കും ചെയ്യുന്നല്ലോ. എന്തൊരു മണ്ടത്തരമാണിത്. ആ വലിയ മീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നില്ലേ? ഉടനെ ഈ ചൂണ്ടയിടുന്ന മനുഷ്യൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. സുഹൃത്തെ, താങ്കൾ പറഞ്ഞതുപോലെ ഞാനൊരു മണ്ടനായിരിക്കാം. പക്ഷെ എന്റെ വീട്ടിലെ ചട്ടി വളരെ ചെറുതാണ്. എനിക്ക് പാകം ചെയ്യാൻ ആവശ്യമുള്ള ചട്ടി വളരെ ചെറുതാണ്. അതുകൊണ്ട് എന്റെ ചട്ടിക്ക് പാകമൊത്ത മത്സ്യത്തെ ഞാൻ പിടിക്കേണ്ടതുള്ളൂ. എന്റെ വരുമാനത്തിനും എന്റെ സാധ്യതക്കും അനുസരിച്ചുള്ള ഒരു ജീവിതത്തെയാണ് ഞാൻ കെട്ടിപ്പടുക്കേണ്ടത്. 5 അക്ക ശമ്പളമുള്ള വലിയ ഉദ്യോഗസ്ഥന്റെ ജീവിതശൈലിയും അത്രയൊന്നും പ്രാപ്തിയില്ലാത്ത എന്റെ ജീവിതവും തമ്മിൽ ഒരേപോലെയാകണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കടക്കാരനാവും. നമ്മുടെ വീട് പണയത്തിലാവും. നാം ജീവിക്കുമ്പോൾ നമ്മുടെ സാധ്യതയ്ക്കുള്ളിൽ ജീവിക്കുക. ഇത് തഖ്വയുടെ ഭാഗമാണ്. ഇതാണ് 3ാമത്തെ തഖ്വ. അൽ അമലു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്ന് പറയുന്നത്. 4ാമത്തേത് അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത്? ഈ ജീവിതം എത്ര വലിയ മനോഹരമായ രീതിയിൽ കെട്ടിപ്പടുത്താലും ശരി, നിനക്ക് സമ്പാദിച്ചത് കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത, ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ വിട്ടുപോകുന്ന ഒരു സത്രത്തിലെ താമസക്കാരാണ് മനുഷ്യൻ. ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതുവരെയും നമുക്കറിയില്ല. കോടാനുകോടിയുടെ ആസ്തി ഉണ്ടായിരുന്നവർ മരിച്ചു പോയിട്ടുണ്ട്. കോടാനുകോടി ആസ്തി ഉണ്ടായിരുന്നവർ ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരാളും പൈസ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട് തങ്ങളുടെ ആയുസിനെ വില കൂട്ടി വാങ്ങിയ, ആയുസിനെ നീട്ടി വാങ്ങിയത് ഈ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. 4ാമത്തെ കാര്യം അതാണ്. മരണപ്പെട്ടു പോകുന്ന ഒരു ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ വേണം. എന്ത് സമ്പാദിച്ചാലും ശരി, ആരെ പറ്റിച്ചും ആരെ വഞ്ചിച്ചും കുന്നുകൂട്ടിയാലും ശരി, ഇതൊന്നും എടുക്കാതെ 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊടിഞ്ഞ് ഒരാളും കൂടെ കിടക്കാൻ വരാത്ത ഇരുട്ടുമുറിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിടും. അവിടെ നമ്മുടെ മകൻ വരികയില്ല, അവിടെ നമ്മുടെ ഭാര്യമാർ വരികയില്ല, അവിടെ നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മുടെ ഔദാര്യം പറ്റി ജീവിച്ചവരോ കൂടെ കിടക്കാൻ വരികയില്ല. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ചീഞ്ഞു നാറുമെന്ന് കണ്ടാൽ സ്വന്തം മകൻ പറയും, കൊണ്ടുപോയി ഇയാളെ പള്ളിക്കാട്ടിലേക്ക്. സ്വന്തം ഭാര്യ പറയും, ശരിയാണ്, കഴിഞ്ഞ 40 വർഷം ഈ മനുഷ്യന്റെ ഭാര്യയായിരുന്നു ഞാൻ. അയാളുടെ സുഖദുഃഖങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നു. അയാൾ കൊണ്ടുതന്ന ആഹാരം കഴിച്ചാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ ഇന്ന് ആ മനുഷ്യൻ മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് ചെയ്യാൻ തുടങ്ങിയാൽ, നാറാൻ തുടങ്ങിയാൽ അയാൾ കെട്ടിയുണ്ടാക്കിയ ഈ വീട് പോലും മതിയാകാതെ വരും. അതുകൊണ്ട് മെല്ലെ വലിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കബറിൽ മണ്ണിട്ടടക്കൂ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. കിടക്കട അവിടെ എന്ന് പറയുന്നൊരു കാലം വരും. അതുകൊണ്ട് നെഗളിക്കരുത് എന്നാണ് 4ാമത്തെ പാഠം. മരിച്ചു പോകുമെന്നൊരു ഓർമ്മ ഉണ്ടാവണം നമുക്കെല്ലാവർക്കും. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ ഓർമ്മ ഉണ്ടാകണം. പലപ്പോഴും നമുക്കതില്ല. സമ്പാദിക്കുമ്പോൾ അത് ഓർക്കാറില്ല, ആളുകളെ വഞ്ചിക്കുമ്പോൾ അത് ഓർക്കാറില്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലത്തും ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന മൗഢ്യമായ ധാരണയുടെ പുറത്ത് കെട്ടിപ്പടുത്തതാണ് നമ്മുടെ ജീവിതം. ഇവിടെയാണ് തിരിച്ചു പറയുന്നത്. തഖ്വ എന്ന് പറയുന്നത് ആ ദിവസത്തെ കുറിച്ച് കൂടിയുള്ള ഒരു ഓർമ്മയാണ്. മരിച്ചു പോകുന്ന ദിനത്തെ കുറിച്ചുള്ള ഓർമ്മ. മരിച്ചുപോയാൽ മാത്രം പോരാ. ഒരു ഹിന്ദുവിന് മരിച്ചുപോയാൽ അവൻ വിചാരിക്കുന്നത് പട്ടിയോ പൂച്ചയോ ആയി പുനർജനിക്കുമെന്നാണ്. ഒരു ക്രിസ്ത്യാനി മരിച്ചുപോയാൽ അവൻ വിചാരിക്കുന്നത് അവന്റെ മരണം എന്ന് പറയുന്നത് യേശുവിലേക്കുള്ള അവന്റെ യാത്രയാണെന്നാണ്. ഒരു നിരീശ്വരവാദി വിചാരിക്കുന്നത് ഞാൻ മരിച്ചുപോയാൽ അതോടുകൂടി ജീവിതം അവസാനിച്ചുവെന്നാണ്. ഇപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും, അനുമരിഹി ആയുസിനെ കുറിച്ച്, വാൻ ശബാബിഹി യുവത്വത്തെ കുറിച്ച്, വാൻ മാലിഹി സമ്പാദ്യത്തെ കുറിച്ച്, വാൻ അൽമിഹി അവന്റെ അറിവിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നതിന്റെ പേരിലാണ് ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെയാണ് അള്ളാഹ് പറയുന്നത് നിങ്ങൾ പരലോകത്തെ ഓർക്കണമെന്ന്. ഇവിടെയാണ് അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്
തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തെ കുറിച്ച് മറുപടി പറയണമെന്ന ബോധ്യത്തോടുകൂടി ഒരു ജീവിതൻ ജീവിക്കലാണ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ, അള്ളാഹുവിനെ മാത്രം ഭയക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ 5 നിയമങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞാൽ, നമ്മുടെ സാധ്യതയ്ക്കുള്ളിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, മരിച്ചു പോകുമെന്ന ഓർമ്മയും പരലോകത്തെ വിചാരണ നേടാനുള്ള ധൈര്യവും നമുക്കുണ്ടായാൽ അയാളാണ് മുത്തഖി. അള്ളാഹ് പറയുന്നു, ഇതൊരു വ്യക്തിക്കുണ്ടായാൽ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇതൊരു സമുദായത്തിനുണ്ടായാൽ ആ സമുദായത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ. ആരാണോ അല്ലാഹുവിനോട് തഖ്വ പുലർത്തുന്നവൻ, യജ്അൽ ലഹു മഖ്റജൻ, അവൻ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മറികടക്കാനുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.